ഇന്നൊരു വെള്ളിയാഴ്ച കിച്ചണിൽ കയറി ഒരു കട്ടൻ ഇട്ടു. പിന്നെ ചൂടാക്കിയ ബ്രെഡിന്റെ കൂടെ മയോണൈസ് വിത്ത് ചില്ലി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഓഫ് ഡ്യൂട്ടിയാണ്. ഖത്തറിൽ നമ്മളെ തറവാട് വരെ ഒന്ന് പോകണം. ജുമാ അല്ലേ? ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും പൊള്ളിച്ചെടുത്ത് ഇവിടുന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം. ഇവിടെ താമസം ഒരു കൊച്ചു ഫ്ലാറ്റ്. 4ാമത്തെ നിലയിലാണ് നമ്മളെ റൂം. തൊട്ടടുത്ത് തന്നെ സ്രാബി പള്ളി ഉണ്ട്, പക്ഷെ അവിടെ ജുമാ ഇല്ല. താഴെ പാർക്കിങ്ങിലെത്തി. ഇവിടെ നമ്മളെ സണ്ണിക്കുട്ടനുണ്ട്. ഖത്തറിലെ റോഡുകളെല്ലാം എനിക്ക് ഫെമിലിയർ ആണ്. ഫ്രൈഡേ ആയത് കാരണം റോഡിൽ തിരക്ക് നന്ന കുറവാണ്. ഈ തവണ ഖത്തറിലെത്തിയിട്ടില്ല. ആദ്യ ഫ്രൈഡേ ആണെന്ന്. മുമ്പൊക്കെ ഈ പള്ളിയിലായിരുന്നു എന്റെ സ്ഥിരം ജുമ. അങ്ങനെ ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ സൂര്യാട്ടനുണ്ട് നേരെ മുകളിൽ. ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട്. ഞാനീ പോകുന്ന തറവാടിന് 40 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കഥ പറയാനുണ്ട്. ഞാനടക്കമുള്ള നമ്മളെ നാട്ടുകാരായ ഒരുപാട് ആൾക്കാർ ഈ റൂമിൽ അന്തിയുറങ്ങിയിട്ടുണ്ട്. ആ ഇടക്കാന്ന് ഞാൻ ഈ മീറ്റർ ശ്രദ്ധിച്ചത്. ഇത് പ്രീപെയ്ഡ് ഉണ്ട്, പോസ്റ്റ് പെയ്ഡ് ഉണ്ട്. പ്രീപെയ്ഡ് ആയി റീചാർജ് ചെയ്ത് വെച്ചാൽ കറണ്ട് കിട്ടും. റീചാർജ് കഴിഞ്ഞാൽ കറണ്ട് കട്ടാവും. ഓരോ ടെക്നോളജി. അവിടുന്ന് ഉച്ചക്കത്തെ മട്ടൻ ബിരിയാണി ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങി. ഇതാണ് നമ്മളെ മുറയിലുള്ള തറവാട് സൂപ്പർ മാർക്കറ്റ്. 40 വർഷമായി ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ ഒരുപാട് റിനോവേഷൻ വർക്കുകളെല്ലാം ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഷോപ്പിലുള്ള ആൾക്കാരും കൂടെ താമസിക്കുന്ന റൂമാണ് ഞാൻ നേരത്തെ കാണിച്ച ആ തറവാട് റൂം. ഇത് നമ്മളെ സ്വന്തം ജമാൽക്ക 33 വർഷമായി ഇതേ ഷോപ്പിൽ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഷോപ്പിലോട്ട് നടന്നു. അതിനിടെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള ഒരു തക്കാളിന്റെ മുകളിൽ കരവിരുത് കാണിക്കുകയാണ് നമ്മളെ ജമാൽക്കാരത്. ഇതൊക്കെ ചെറുത് എന്തൊക്കെ ഉണ്ട്. നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒത്തുകൂടുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. എല്ലാരെയും സന്തോഷത്തോടെ കണ്ട് സംസാരിച്ച് ഫുഡ് കഴിച്ച് സലാനാക്കി ഞാൻ അവിടെ നിന്ന് വിട്ട്. ഇപ്പൊ സമയം 10. ഈ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും നല്ല നല്ല ഖത്തർ സ്റ്റോറിയുമായി വീണ്ടും പാക്കലാം. ബൈ ബൈ.